Acuplus Interior and Electronics. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് തിങ്കളാഴ്ച ചേലക്കരയിൽ സ്വീകരിക്കുമെന്ന് യുവാർ പ്രദീപ് എംഎൽഎ അറിയിച്ചു. കേരള സ്കൂൾ കലോത്സവം ഇത്തവണ തൃശ്ശൂർ ജില്ലയ്ക്കകത്താണ് നടക്കാൻ പോകുന്നത്. 14 മുതൽ 18 വരെയുള്ള തീയതികളാണ് ജനുവരി 14 മുതൽ 18 വരെയുള്ള തീയതികളാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായി നമ്മുടെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കുട്ടികളുടെ അല്ലെങ്കിൽ ആ മത്സരത്തിൽ പങ്കെടുത്ത ജേതാക്കൾക്ക് കൊടുക്കാനുള്ള സ്വർണ്ണക്കപ്പ് ഇതിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി എല്ലാ നിയോജക മണ്ഡലത്തിലേക്കും എത്തിക്കുന്നുണ്ട്. 12-ാം തീയതി 3 മണിക്ക് ചേലക്കര നിയോജക മണ്ഡലത്തിൽ കലോത്സവത്തിൽ ജേതാക്കൾക്ക് പങ്കെടുത്തു കഴിഞ്ഞ ജേതാക്കൾക്ക് കൊടുക്കാനുള്ള സ്വർണ്ണക്കപ്പ് 3 മണിക്ക് നമ്മുടെ ചേലക്കരയുടെ മണ്ണിൽ എത്തുന്നുണ്ട്. അപ്പോൾ ചേലക്കര മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളും ഒരു ജനകീയമായി അതിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് സ്വർണ്ണക്കപ്പ് നമ്മുടെ മണ്ണിലെത്തുമ്പോൾ ജനകീയമായി സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആലോചനയാണ് കഴിഞ്ഞ ദിവസം വിവിധ ജനപ്രതിനിധികളും അതുപോലെ തന്നെ അധ്യാപകരും വിവിധ രംഗത്ത് പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളെല്ലാം സംഘാടക സമിതിക്ക് വിളിച്ച് ഇത് അവതരിപ്പിച്ചപ്പോൾ വലിയ ആവേശത്തോടു കൂടിയാണ് അതിനെ നമുക്ക് സ്വീകരിക്കേണ്ടത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം നമുക്കിവിടെ ചേലക്കര മണ്ണിൽ വരുന്നത്. സ്വീകരണത്തിന്റെ ഭാഗമായി കഥകളി രൂപങ്ങളും കഥാരൂപങ്ങളും വാദ്യോപകരണങ്ങളുമായി ചേലക്കര പോലീസ് സ്റ്റേഷൻ പരിസരത്തു നിന്നും ഘോഷയാത്ര ആരംഭിക്കും. ഘോഷയാത്രയിൽ നിയോജക മണ്ഡലത്തിലെ എല്ലാ വിദ്യാലയങ്ങളിൽ നിന്നും കുട്ടികൾ പങ്കെടുക്കും. കലോത്സവത്തിന്റെ നാൾവഴികൾ വിശദീകരിക്കുന്ന കലോത്സവ ചരിത്രമരം SMT GHSൽ ഒരുക്കും. 4 കുട്ടികളാൽ തീർക്കുന്ന കേരള ഭൂപട മാതൃകയിൽ 64 വർണ്ണ ബലൂണുകൾ ആകാശത്തേക്ക് ഉയർത്തി 64-ാം കലോത്സവ വിളംബരത്തോടെ സ്വർണ്ണക്കപ്പിനെ സ്വീകരിക്കും. ജോയിന്റ് കൺവീനർ T ഫാത്തിമ സുഹ്റ, ജോയിന്റ് കൺവീനർ E ശിവപ്രസാദ്, RK പ്രമോദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. Time Kids Preschool, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.